അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്യണം. ശിവ ഉവാച പൂർണ്ണവർഷശതം ജാതം ദദാമ്യദ്യ സുതം ശുഭം ഇത്യുക്ത്വാ വാസവം രുദ്രോ ദയയാ മുദിതാനനാ. സൂത ഉവാച ഗത്വാ ഋഷിസമീപം തു തമുവാച ജഗദ്ഗുരു ഉത്തിഷ്ഠ വാസവീപുത്ര പുത്രസ്തേ ഭവിതാ ശുഭാ. സർവതേജോമയോ ജ്ഞാനി കീർത്തികർത്താ തവാനഘ. അഖിലസ്യ ജനസ്യാത്ര വല്ലഭസ്തേ സുത സദാ. ഭവിഷ്യതി ഗുണൈഃ പൂർണ്ണ സാത്വികൈ സത്യവിക്രമ. തദാകർണ്യവച ശ്ലക്ഷ്ണം കൃഷ്ണദ്വൈപായനസ്തദാ. ശൂലപാണിം നമസ്കൃത്യ ജഗാമാശ്രമമാത്മനാ. സ ഗത്വാശ്രമമേവാശു ബഹുവർഷശ്രമാതുരാ. അരണീസഹിതം ഗുഹ്യം മമന്ധാഗ്നിം ചികീർഷയാ. മന്ഥനം കുർവതസ്തസ്യ ചിത്തേ ചിന്താഭരസ്തദാ. പ്രാദുർബഭൂവ സഹസാ സുതോൽപത്തൗ മഹാത്മനാ. മന്ധാനാരണിസംയോഗാൽ മന്ഥനാച്ച സമുദ്ഭവാ. പാവകസ്യ യഥാ യദ്വത് കഥം മേ സ്യാൽ സുതോദ്ഭവാ. പുത്രാരണിസ്തു വിഖ്യാതാ സാ മമാദ്യാ ന വിദ്യത്തെ. തരുണീ രൂപസമ്പന്നാ കുലോൽപ്പന്നാ പതിവ്രതാ. കഥം കരോമി കാന്താം ച പാദയോ ശൃംഖലാസമാം. പുത്രോത്പാദനദക്ഷാം ച പാതിവ്രത്യേ സദാ സ്ഥിതാം. പതിവ്രതാപി ദക്ഷാപി
രൂപവത്യപി കാമിനി സദാ ബന്ധനരൂപാ ച സ്വേച്ഛാസുഖവിധായിനി ശിവോപി പർവ്വതേ നിത്യം കാമിനീ പാശസംയുത കഥം കരോമ്യഹം ചാത്ര ദുർഘടം ച ഗൃഹാശ്രമം ഏവം ചിന്തയതസ്തസ്യ ഘൃതാചീ ദിവ്യരൂപിണി പ്രാപ്ത ദൃഷ്ടിപഥം തത്ര സമീപേ ഗഗനേ സ്ഥിതാ താം ദൃഷ്ട്വാ ചഞ്ചലാപാംഗിം സമീപസ്ഥാം വരാപ്സരാം പഞ്ചബാണപരീതാംഗസ്തൂർണമാസീധൃതവ്രത ചിന്തയാമാസ ച തദാ കിം കരോമ്യദ്യ സങ്കടേ ധർമ്മസ്യ പുരതഃ പ്രാപ്തേ കാമഭാവേ ദുരാസദേ അംഗീകരോമി യദ്യേനാം വഞ്ചനാർത്ഥമിഹാഗതാം ഹസിഷ്യന്തി മഹാത്മാനസ്താപസാമാം തു വിഹ്വലം തപസ്തപ്ത്വാ മഹാഘോരം പൂർണ്ണവർഷശതം ത്വിഹ ദൃഷ്ട്വാപ്സരാം ച വിവശ കഥം ജാതോ മഹാതപാ കാമം നിന്ദാഭിഭവതു യദി സ്യാദതുലം സുഖം ഗൃഹസ്ഥാശ്രമസംഭൂതം സുഖദം പുത്രകാമദം സ്വർഗദം ച തഥാ പ്രോക്തം ജ്ഞാനിനാം മോക്ഷദം തഥാ ന ഭവിഷ്യതി തന്നൂനം അനയാ ദേവകന്യയാ നാരദാച്ച മയാ പൂർവം ശ്രുതമസ്തി കഥാനകം യഥോർവശീവശോ രാജാ പരാഭൂത പുരൂരവാം. ശ്രീഹരേ നമ. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ദശമോധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ ഭാഷാഗാനം. ഇന്നത്തെ ശ്ലോകങ്ങൾ പ്രഥമസ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളാണ്. അത് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശ്രേഷ്ഠമായ തപമിപ്പോൾ 100 വർഷം പൂർത്തിയായി. ശ്രേഷ്ഠനായ പുത്രനെ ഞാൻ നൽകുന്നുണ്ടിപ്പോൾ. ഋഷിയോടു രുദ്രൻ ചൊല്ലി വേദവ്യാസ എഴുന്നേൽക്കൂ. ഋഷഭനാം സൂതൻ അങ്ങയ്ക്കുണ്ടാകും നൂനം. തേജസ്വിയായി ജ്ഞാനിയായി കീർത്തിമാനായി ശുദ്ധനായി തവ പുത്രൻ അഖിലർക്കും പ്രിയത്തെ നൽകും. സാത്വിക ഗുണങ്ങളോടെ സത്യവ്രതനാകും മകൻ. ശിവവാണി കേട്ട നേരം വേദവ്യാസനോ അദ്രിപതി തന്റെ കാൽക്കൽ നമസ്കാരം ചെയ്തു ഭക്ത്യ. ആശ്രമത്തിലേക്കു പോയി മുനി ക്ഷീണിതൻ. അഗ്നി വേണമെന്ന മോഹത്തോടെ മുനിയുടൻ തന്നെ അരണിയെ കടഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ പുത്രോൽപത്തിയെ കുറിച്ചു ചിന്ത നിറഞ്ഞതാം നേരം. അരണികൾ മഥിക്കുമ്പോൾ ഉണ്ടായിടുന്ന അഗ്നി തുല്യം എനിക്കൊരു തനയനുണ്ടായിടുമോ? പുത്രാരണിയായൊരുവൾ ഇപ്പോഴില്ലല്ലോ. സുന്ദരിയായി കുലശീല പതിവ്രതയാകുമവൾ. കാനീനു വിലങ്ങായിടും എങ്ങനെ വേൾക്കും? പുത്രോൽപാദനയോഗ്യയായിടുമ വനിതയെയും എങ്ങനെ
എങ്ങനെ ഞാൻ പത്നിയാക്കും ആകാമിനിയോ? ബന്ധനമായിടും നൂനം സ്വസുഖം മോഹിക്കും അവൾ. ശിവൻ പോലും പത്നി പാശ ബദ്ധനാണല്ലോ. ദുർഘടമാം ഗർഹസ്ഥ്യത്തെ എങ്ങനെ ഞാൻ നയിച്ചിടും? ചിന്തിക്കവേ ദിവ്യരൂപിണിയാ ധൃതാചി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആകാശത്തു കണ്ടു മുനി തന്നരുകിൽ നിന്നിടുന്ന അത്യന്തം സുന്ദരിയാകും അവളെ കണ്ട് കാമാതുരനായി തീർന്നു പ്രതസ്ഥനാം മുനി താനും. എന്തു ചെയ്തിടണമെന്നു മുനി ചിന്തിച്ചു. ധർമ്മത്തിന്റെ മുന്നിലായി കടക്കുവാൻ കഴിയാത്ത കാമഭാവമെത്തിയല്ലോ, എന്തു ഞാൻ ചെയ്യും? എന്നെ വഞ്ചിച്ചിടുവാനായി ഇവിടേക്കു വന്നു ചേർന്ന ഇവളെ ഞാൻ സ്വീകരിക്കുകയാണെന്നാകിൽ മഹാത്മാക്കളായിട്ടുള്ള താപസന്മാർ തീർച്ചയായും മമ ദുർഗതിയെ കണ്ടു പരിഹസിക്കും. മലയുടെ താഴ്വരയിൽ 100 വർഷക്കാലമായ മഹത്താകും തപസ്സിനെ നടത്തിയിട്ടും മഹാനായ ഇദ്ദേഹമോ അപ്സരസിനെ കണ്ടിട്ടു മതി മറന്നു പോയതു എന്തുകൊണ്ടാവോ? ഇത്തരം നിന്ദാവാണികൾ ഉണ്ടായാലും സാരമില്ല, ഇഹത്തിലോ അത്യധികം സുഖം നേടിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗാർഹസ്ഥ്യത്തിൽ പുത്രലാഭം ഒന്നുകൊണ്ടുണ്ടാകും സുഖം. ഗൃഹസ്ഥനു അതു നൽകും സ്വർഗ സൗഭാഗ്യം. അതുപോലെ ജ്ഞാനികൾക്കോ നിസ്തൂലമാം മോക്ഷത്തെയും അതു തന്നെ നൽകുമെന്നും അറിയുന്നു ഞാൻ. ഈ ദേവകന്യകയിൽ നിന്നെനിക്കതു ലഭിക്കില്ല. ഇക്കാര്യത്തിൽ നാരദന്റെ വാണി താൻ സത്യം. പൂർവശിവശകനാകും പുരൂരവസിന്റെ കഥ ഉത്തമോദാഹരണം താൻ എന്നും ഞാൻ കേട്ടു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയന്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ജ്ഞാനയജ്ഞം
ഇന്ന് 63-ാമത്തെ ദിവസമായി ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതാണ് പാരായണം ചെയ്തതും ഭാഷാഗാനമായി അനുസ്മരിച്ചതും. ഇന്നലെ ആ ശിവവരദാനം എന്നുള്ള രീതിയിൽ ആ രംഗത്തെ നമ്മൾ വർണ്ണിച്ചു. അതിനിടയിൽ ആ പ്രഭാഷണത്തിനിടയിൽ 8-ാമത്തെ ശ്ലോകം പറയാൻ വിസ്മരിച്ചുപോയി. ശക്തി സർവത്ര പൂജ്യേതി വിചാര്യ ച പുനഃപുനഃ അശക്തോ നിന്ദ്യത്തെ ലോകേ ശക്തസ്തു പരിപൂജ്യത്തെ. ശക്തിയാണ് എല്ലായിടത്തും പൂജിക്കപ്പെടുന്നതെന്നും വീണ്ടും വീണ്ടും ആലോചിച്ചുറപ്പിച്ചു. ലോകത്ത് എവിടെയാണെങ്കിലും അശക്തൻ നിന്ദിക്കപ്പെടുകയും ശക്തൻ പൂജിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ആ ഒരു ഓർമ്മ അവിടെ വേദവ്യാസന് ഉണ്ടായി എന്നും അവിടെ പറയുന്നു. ഈ ഭാഗം ഇന്നലെ ഒരു ഭക്തനാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്, തിരക്കുകളിൽ ചിലപ്പോൾ വിട്ടുപോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് 18-ാമത്തെ ശ്ലോകത്തോടു കൂടി ആരംഭിച്ചു. പൂർണ്ണവർഷശതം ജാതം ദദാമ്യദ്യ സുതം ശുഭം. ശിവൻ പറയാണ്, പരാശര്യൻ പുത്രാർത്ഥിയായിട്ട് തപസ് ചെയ്യുകയാണ്. ദേവേന്ദ്ര, എന്തിനാണ് ഇങ്ങനെ ഒരു അഹിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഈ പരാശര്യന്, പരാശരപുത്രനായിരിക്കുന്ന വേദവ്യാസന് ഞാൻ ഇപ്പോഴാ ഉത്തമമായ വരം നൽകാൻ പോവുകയാണ്. ഒരു പുത്രൻ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മോഹം. 100 വർഷം പൂർത്തിയായി അദ്ദേഹത്തിൻ്റെ തപസ്. രുദ്രൻ ഇന്ദ്രനോട് ഈ തരത്തിൽ പറഞ്ഞു. സൂതൻ തുടർന്ന് പറയുകയാണ്, അങ്ങനെ മഹാദേവൻ ഋഷിയുടെ അടുത്ത് ചെന്ന് ആ ജഗദ്ഗുരുവായ ശങ്കരൻ വേദവ്യാസനോട് പറഞ്ഞു, ഉത്തിഷ്ഠ വാസവീപുത്ര പുത്രസ്തേ ഭവിതാശുഭ. ഹേ വാസവീപുത്ര, അല്ലയോ വേദവ്യാസ, പാരാശര്യ, അങ്ങ് എഴുന്നേൽക്കൂ. അങ്ങക്ക് ഏറ്റവും ഉത്തമനായൊരു പുത്രൻ ഉണ്ടാവും. സർവതേജോമയോ ജ്ഞാനീ കീർത്തികർത്ത തവാനഘ അഖിലസ്യ ജനസ്യാത്ര വല്ലഭസ്തേ സുതസ്സദ. മഹാതേജസ്വിയായി ജ്ഞാനിയായി അങ്ങയ്ക്ക് കീർത്തിയെ നൽകുന്ന, ഒരു തരത്തിലുള്ള പാപങ്ങളുമില്ലാത്ത പരിശുദ്ധനായ, അഖില ജനങ്ങൾക്കും സദാ പ്രിയങ്കരനായിരിക്കുന്ന ഒരു പുത്രനായിരിക്കും അങ്ങയ്ക്ക് ഉണ്ടാവുക. ഭവിഷ്യതി ഗുണൈ പൂർണ്ണ സാത്വികൈ സത്യവിക്രമ തദാകർണ്യ വചശ്ലഷ്ണം കൃഷ്ണദ്വൈപായനസ്തത. അപ്പം ഇവൻ്റെ ഈ പുത്രൻ്റെ സാത്വികമായ ഗുണങ്ങൾ അത് നിറഞ്ഞ് സത്യസന്ധനായി ആ ഉണ്ണി വളരും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദവ്യാസൻ, ആ കൃഷ്ണദ്വൈപായനൻ അവിടുന്ന് എഴുന്നേറ്റു. ശൂലപാണിം നമസ്കൃത്യ, ശൂലപാണിയായിരിക്കുന്ന ആ മഹാദേവനെ നമസ്കരിച്ചു. പിന്നെ ജഗാമ ആശ്രമമാത്മന, തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. വളരെ കാലമായി ബഹുവർഷശ്രമാതുര, ദീർഘകാലത്തെ ശ്രമം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം ആശ്രമത്തിലെത്തിയതിനു ശേഷം അരണീസഹിതം ഗുഹ്യം മമന്ധാഗ്നിം ചികീർഷയ, വളരെ ഗുഹ്യമായ അഗ്നി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അരണി മഥനം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അരണിയും മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടായി എന്നാണ്. എന്താണ്? പ്രാദുർബഭൂവ സഹസാ സുതോത്പത്തോ മഹാത്മന മന്ധനാരണി സംയോഗാൽ മന്ധനാച്ച സമുദ്ഭവ. ഇവിടെ പറയുകയാണ്, പുത്രോൽപത്തിയെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. ഇപ്പോൾ മന്ധനാരണികൾ ചേർത്ത് മഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പാവകസ്യ യഥ, അടുത്ത ശ്ലോകത്തിൽ പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നി, അരണി മഥനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി എങ്ങനെയാണോ അതേപോലെ തദ്വത് കഥം മേ സ്യാൽ സുതോദ്ഭവ, എനിക്ക് അതുപോലെ ഒരു പുത്രൻ ഉണ്ടാകുമോ? പിന്നെ പറയാണ്, പുത്രാരണിസ്തു വിഖ്യാതാസ മമാദ്യ ന വിദ്യതേ. പുത്രാരണി എന്ന് വിഖ്യാതയായ പുത്രനെ അരണിയിൽ നിന്ന് നൽകുന്നവൾ ഒരു പെൺകുട്ടി, അങ്ങനെ തനിക്ക്
ഇപ്പോ ഇല്ലല്ലോ. തരുണി രൂപസമ്പന്ന താരുണ്യവും സൗന്ദര്യവും ഉന്നത കുലത്തിലെ ജന്മവും പതിവ്രത പാതിവൃത്യവുമുള്ള ഒരാൾ ഉണ്ടാവൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം ഏതുപോലെ എന്നാ പറയണത്? പാതയോ ശൃംഖലാസമാം, കാലില് വന്ന് ചുറ്റുന്ന ഒരു ചങ്ങല പോലെയാണ്. അങ്ങനെ ആവാൻ ഒരു വിലങ്ങായിത്തീരുന്ന അവളെ എങ്ങനെ ഞാൻ വിവാഹം കഴിക്കും? പുത്രോൽപാദന ദക്ഷാംച, പുത്രോൽപാദനത്തിന് സാമർഥ്യമുള്ളവളും ദക്ഷയായിരിക്കുന്നവളും പാതിവൃത്യേ സദാസ്ഥിതാം, പാതിവൃത്യനിഷ്ഠയുള്ളവളുമായിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എങ്ങനെ അവളെ ഞാൻ പത്നിയാക്കും? പതിവ്രതാഭി ദക്ഷാഭി രൂപവത്യഭി കാമിനി, പതിവ്രതയാണ്, പുത്രോൽപാദന സമർത്ഥയാണെങ്കിലും ഈ കാമിനി സുന്ദരിയായ പെൺകുട്ടി സദാ ബന്ധനരൂപാച, എല്ലായ്പ്പോഴും ബന്ധന സ്വരൂപം തന്നെയാണ്. അവരുടെ ചിന്ത എന്താ? സ്വേച്ഛാസുഖവിധായിനി, അവരവരുടെ സുഖം മാത്രം ആഗ്രഹിക്കുന്നവളാണ് ഈ സ്ത്രീകൾ. ശിവൻ പോലും കൈലാസ ശിഖരത്തിൽ വെച്ച് കാമിനി പാശ സംയുത, കാമിനിയാകുന്ന ഭാര്യയാകുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കഥം കരോമ്യഹം ഛാത്ര ദുർഘടം ച ഗൃഹാശ്രമം, ദുർഘടമായ ഈ ഗൃഹാശ്രമത്തെ ഞാൻ എങ്ങനെ സ്വീകരിക്കും, എങ്ങനെ ഞാൻ നയിക്കും? ഏവം ചിന്തയതസ്തസ്യ ഘൃതാചി ദിവ്യരൂപിണി പ്രാപ്ത ദൃഷ്ടിപഥം തത്ര, ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കെ ദിവ്യ സൗന്ദര്യമുള്ള ഘൃതാചി എന്ന സ്ത്രീ, ഒരു പെൺകുട്ടി ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, തത്ര സമീപേ ഗഗനെ സ്ഥിത, കണ്ടു. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ആ അപ്സരസിനെ കണ്ടിട്ട് താം ദൃഷ്ട്വാ ചഞ്ചലാപാംഗിം സമീപസ്ഥാം വരാപ്സരാം, അപ്സരതുല്യമായിരിക്കുന്ന അല്ലെങ്കിൽ അപ്സരോത്തമയെ, അപ്സരസുകളിൽ ശ്രേഷ്ഠയായിരിക്കുന്ന ഘൃതാജിയെ കണ്ടിട്ട് പഞ്ചബാണ പരീതാംഗ തൂർണമാസീത് ധൃതവ്രത ചിന്തയാമാസ ച തദാ കിം കരോമ്യദ്യ സങ്കടേ. വ്രതധാരിയായ അദ്ദേഹം കാമപീഡിതനായി വളരെ പെട്ടെന്ന് എന്നാണ്. അപ്പോ ആ ധർമ്മസങ്കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് അദ്ദേഹം ആലോചിച്ചു. ധർമ്മസ്യ പുരതപ്രാപ്തേ കാമഭാവേ ദുരാസതേ, ധർമ്മത്തിന്റെ മുമ്പിലേക്ക് കടക്കാനാവാത്ത കാമഭാവം ഇപ്പത് അവിടെ എത്തിയിരിക്കുന്നു. വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിവാഹം കഴിച്ചാൽ എന്തുണ്ടാവും? ഹസിഷ്യന്തി മഹാത്മാനസ്താപസാമാം തു വിഹ്വലം, മഹാത്മാക്കളായിട്ടുള്ള താപസന്മാര് അവര് ഞാൻ വല്ലാതെ വിഹ്വലനായി പരിഭ്രമിച്ചു പോയി എന്ന് പറഞ്ഞ് ഹസിഷ്യന്തി, എന്നെ കളിയാക്കും. അതിഘോരമായി 100 വർഷക്കാലം പൂർണ്ണമായി തപസ് ചെയ്ത ആളാണ് ഞാൻ. എന്നിട്ടും തപസ്തപ്വാ മഹാഘോരം പൂർണ്ണവർഷ ശതം ത്വിഹ ദൃഷ്ട്വാപ്സരാം ച വിവശ കഥം ജാതോ മഹാതപ, മഹാതപസ്വിയായ ഇദ്ദേഹം ഒരപ്സരസിനെ കണ്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനെ വിവശനായിപ്പോയത്? കാമം നിന്ദാഭിഭവതു യദി സ്യാദ് അതുലം സുഖം, ഇങ്ങനെ നിന്ദാവക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇവളെ വിവാഹം കഴിച്ചാൽ സുഖമുണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഗൃഹസ്ഥ ആശ്രമസംഭൂതം സുഖദം പുത്രകാമദം സ്വർഗദം ച തഥാ പ്രോക്തം ജ്ഞാനിനാം മോക്ഷദം തഥാ. ഗൃഹസ്ഥാശ്രമത്തിൽ പുത്രലാഭം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഒരു സുഖം, അത് സ്വർഗത്തെ നൽകുന്നു മാത്രമല്ല ജ്ഞാനികൾക്ക്, ജ്ഞാനിനാം മോക്ഷദം തഥാ, ജ്ഞാനികൾക്ക് മോക്ഷത്തെയും നൽകുന്നതാണ് അത്. ന ഭവിഷ്യതി തന്നൂനം അനയാ ദേവകന്യകയാ, ഈ ദേവകന്യയിൽ നിന്നത് ലഭിക്കുകയില്ല എന്ന് തീർച്ചയാണ്. കാരണം നാരദാച്ച മയാപൂർവം ശ്രുതമസ്തി കഥാനകം യഥോർവശീവശോ രാജ പരാഭൂത പുരൂരവ. നാരദ മഹർഷിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? ഉർവശീവശകനായ പുരൂരവസ് വഞ്ചിക്കപ്പെട്ടതിനെ കുറിച്ച് അത് നാരദൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞും കൊണ്ടാണ് ദേവി ഭാഗവതം 10ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് ഋഷികൾക്ക് സംശയമുണ്ടായി, ആരാണ് പുരൂരവസ്, ആരാണ് ആ ദേവകന്യ ഉർവശി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് നമുക്ക് നാളെ കർക്കിടക മാസ പുലരിയിൽ രാമായണ മാസ ധന്യതയിൽ കേൾക്കുവാനുള്ളത്. അത് ഭഗവാൻ വേണ്ടതുപോലെ ആക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ
ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.